മോഹൻലാലുമായിട്ടുള്ള കോമ്പിനേഷൻസ് വളരെ ഹിറ്റുകളായിരുന്നു. അത് കിലുക്കം ഉൾപ്പെടെയുള്ള പ്രത്യേകമായിട്ടുള്ള പലരും പറയുന്നത് പോലെ ഒരു കെമിസ്ട്രി നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ബേസിക്കലി ഹീസ് എ വെരി ഗുഡ് ആക്ടർ. അപ്പോൾ ഒരു വെരി ഗുഡ് ആക്ടറിൻ്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ ആ ഒരു എന്താ പറയുക, ആക്ടിങ് എന്ന് പറയുന്നത് ഒരു റിയാക്ഷനാണ് ടു എ പെർഫോമൻസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഓൾവേസ് ബിക്കംസ് ബെറ്റർ. സോ അതാണ് നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്നത്. പിന്നെ ലാൽ ബേസിക്കലി യുനോ കുറച്ച് ഷൈ ആയാലും ഇൻ പേഴ്സൺ ഒരു ക്യാരക്ടർ എന്ന് വരുമ്പോൾ 100% നമ്മൾ അവളെ കാണാൻ പറ്റും. ഞാനും ഐ തിങ്ക് ഐ എം ലൈക്ക് ദാറ്റ്. എനിക്ക് യുനോ ഉടനെ എനിക്ക് അങ്ങനെ അകത്ത് പോകാൻ പറ്റും ആ ക്യാരക്ടറിലേക്ക്. ബിക്കോസ് ആ ചിന്ത ഇങ്ങനെ വിടില്ല, നമ്മുടെ തലയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സോ ഐ തിങ്ക് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന കെമിസ്ട്രി കറക്റ്റായിട്ടുണ്ടാവും. കിലുക്കത്തിൽ പ്രത്യേകിച്ചും മോഹൻലാൽ ജഗതി എന്നവർക്കൊപ്പമുള്ളൊരു കോമ്പിനേഷൻ, അവരെ ഒട്ടും താഴെ പോകാതെ, അവർക്ക് താഴെ പോകാതെയും ഒട്ടും അധികമാകാതെ ആ രീതിയിലാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അപ്പോൾ ആ കഥാപാത്രം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വെല്ലുവിളി, അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലുള്ളൊരു കഥാപാത്രമാണ് എന്ന് അന്ന് മനസ്സിലാക്കിയിരുന്നു? ഇല്ല, കഥ കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് ചെയ്യാം എന്നൊരു ഇതിലാണ് ഇറങ്ങിയത്. പക്ഷെ അത് ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിൽ ജഗതി ചേട്ടൻ, തിലകൻ ചേട്ടൻ, ലാൽ, ഞാൻ, അപ്പോൾ ഇവരുടെ ഈ കോമ്പിനേഷൻസിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യാൻ, അപ്പോൾ നമ്മൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ഫിലിമായിട്ട് മാറും എന്ന്. അത് ചിത്രം എന്ന ഒരു പടം കഴിഞ്ഞ ഉടനെയാണ് ചെയ്തത് പ്രിയൻ. അപ്പോൾ ഒരു വേറൊരു ലെവലിലായിരുന്നു പ്രിയൻ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പടം കണ്ടപ്പോഴും നമ്മൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇത്രയും അത് പ്രതീക്ഷിച്ചില്ല, സത്യം. ഏനോ ബട്ട് ഐ തിങ്ക് അതിൽ ബേസിക്കലി ഒരുപാട് കാര്യങ്ങൾ ചില സിനിമകളിൽ എല്ലാം ഒത്തുചേരും. അതിൻ്റെ കാരണമൊന്നും പറയാൻ പറ്റില്ല, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. അതങ്ങനെ ആയ ഒരു പടമാണ്.